الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد. സൂറ യാസീൻ്റെ 33-ാമത്തെ ആയത്ത് തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. സൂറത്ത് യാസീനിൽ ശരിക്കും ഒരു സത്യവിശ്വാസിയെ നരപിടിപ്പിക്കുന്ന സൂറത്താണ്. നരപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തും, ചിന്തിപ്പിക്കും, ഒരു ഹമ്മുണ്ടാക്കും സത്യവിശ്വാസിൻ്റെ മനസ്സിന്. അങ്ങനത്തെ ഒരു സൂറയാണ്. മക്കിയാണോ മദനിയാണോ? ഉറപ്പല്ലേ? മക്കിയാണ്. മക്കിയും മദനിയുമായ സൂറകൾക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ മക്കിയായ സൂറ എന്ന് പറയുന്നത് ഏത് സൂറത്തിനെയാ? അല്ല, ആ കാറ്റഗറിക്ക് ആ പേര് വരാൻ കാരണം അല്ല, മക്കയിൽ അവതരിച്ചത് കൊണ്ടെന്ന് പറഞ്ഞൂടാ. മാ ഉൻസില ഖബ്ലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകൾ അല്ലെങ്കിൽ സൂറകൾ, അതിനാണ് മക്കിയ എന്ന് പറയുക. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നറിയോ? ഈ മക്കിയായ മദനിയായ സൂറകളിലുള്ള ചില ആയത്തുകളൊക്കെ മക്കിയ. ഉദാഹരണം പറഞ്ഞേ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എവിടെ ഇറങ്ങിയത്? മക്കത്താണ്. പക്ഷെ അത് മദനിയാണ്. കാരണം ഹിജറയ്ക്ക് ശേഷമുള്ള ആയത്താണ്. അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കണം. ഹിജറയ്ക്ക് മുമ്പുള്ളത് മക്കിയും ശേഷമുള്ളത് മദനിയുമാണ്. മറ്റൊരു പ്രത്യേകത, മക്കിയായ സൂറകളുടെ അവതരണ ശൈലിയിലാണ്. എന്തായിരിക്കും ആ പ്രത്യേകത? അല്ല, അത് വിഷയമല്ലേ. ശൈലി കുറച്ച് കടുപ്പം കൂടിയ സാഹിത്യമാണ്. ശരിക്കും നമുക്ക് ഒരു അഫ്ദല് പഠിച്ച് പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് മദനിയായ സൂറകളുടെ അർത്ഥം മേതിരിയും. മദീനത്തിറങ്ങിയ സൂറകളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. കാരണം അതിൽ വിഷയം അധികവും അഹ്കാമുകളും അഖ്ലാഖും മുആമലാത്ത് മുആശറാത്തുകളൊക്കെ ആയിരിക്കും. അറബിയിലുള്ള പ്രയോഗങ്ങളോ ഒരു ഈസി അറബിയാണ്, ആർക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ മക്കി അങ്ങനെയല്ല. ആ ലഫ്ദുകളൊക്കെ കുറച്ച് കട്ടിയും കടുപ്പമുള്ള ലഫ്ദുകളാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? സാഹിത്യകാരന്മാർക്കിടയിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? മക്കക്കാരെ വെറും പൊട്ടന്മാരായി ചിത്രീകരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ദുനിയാവിൽ. ശരിക്കും ഡാർക്ക് ഏജ് എന്ന പേരില്ലേ, അത് ആരിട്ടതാ? അത് യൂറോപ്പിലിട്ട പേരാണ്. അതായത് മക്കത്ത് ജീവിച്ച ആളുകൾ വെറും പൊട്ടന്മാരും മന്ദബുദ്ധികളും ഒന്നും തിരിയാത്ത കാടന്മാരും മൃഗതുല്യരുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് സ്ഥാപിക്കാം? അങ്ങനെയുള്ളവർക്കിടയിലേക്ക് വന്ന ഖുർആനാണ് ഈ മുസ്ലിമുകൾ കൊണ്ട് നടക്കുന്ന കിതാബ്. പൊട്ടന്മാർക്കുള്ള സാധനമാണ്. പൊട്ടന്മാരല്ല. അവരവരുടെ അടുക്കളയിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സംസാരിച്ച അറബി കവിതകൾ പിൽക്കാലത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെട്ടു. എങ്ങനെയുണ്ട്? അത്ര വലിയ സാഹിത്യകാരൻ. കാരണം ഇത് മുഅ്ജിസത്തല്ലേ. എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അശക്തമാക്കുന്നത് എന്നല്ല ഇതിന്റെ അർത്ഥം. അമാനുഷികം. അതായത് ഓരോ കാലഘട്ടത്തിലും വന്ന നബിമാർ അവരുടെ മുന്നിൽ വെക്കുന്നത് ആ കാലഘട്ടത്തിലുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധനത്തിനെ ആയിരിക്കും. അതിൽപ്പെട്ടതാണ് ഖുർആൻ. ഇപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബ് അവരുടെ മുന്നിൽ വെക്കണമെങ്കിൽ അവരുടെ കൈമേൽ എന്തോ ഒന്നും ഉണ്ടായി എന്നല്ല ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഹിജറക്ക് മുമ്പുള്ള ആയത്തുകളെ അള്ളാഹു അങ്ങനെ കടുപ്പപ്പെട്ട രീതിയിൽ അവതരിപ്പിച്ചത്. കാരണം അവരെ വെല്ലുവിളിക്കണം. വിഷയം നോക്കിയാലോ, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഏതൊക്കെ? തൗഹീദും ആഖിറും. തൗഹീദും യൗമുൽ ബഅസും. കാരണം തൗഹീദിലാണ് അവർക്ക് പ്രശ്നം. അതേപോലെ ചില ആളുകൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നവരും ഉണ്ട്. നമ്മൾ തുടങ്ങുന്ന ആയത്ത് തന്നെ യൗമുൽ ബഅസിനുള്ള ദലാലത്തായിട്ട് വരികയാണ്. ഇനി 33-ാമത്തെ ആയത്ത്. അപ്പൊ ഈ രണ്ട് വിഷയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആളുകളെ ചിന്തിപ്പിക്കുന്നതും നരപിടിപ്പിക്കുന്നതുമായ വിഷയങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ട കിതാബ് സൂറയാണ് ശരിക്കും സൂറ യാസീൻ. അപ്പോൾ ശരിക്കും പഠിക്കേണ്ടുന്ന അറിയേണ്ടുന്ന ഒരു സൂറത്താണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ.
അപ്പം 33-ാമത്തെ ആയത്ത് തൊട്ട് നോക്കിക്കോളൂ. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്ന രീതി ഷെയ്ഖെ, ആദ്യം ലഫ്സുകളുടെ അർത്ഥം പഠിക്കണം, അതിനുശേഷം അഹ്കാമു തജ്വീദ്, മഖാരിജുകളും തജ്വീദും പറയുക, അതിനുശേഷം ആയത്തിൻ്റെ ആകെയുള്ള ഉള്ളടക്കം എന്താണോ അത് മനസ്സിലാക്കുക. ആ രീതിയിൽ ആണ് പഠിച്ചു പോവുക. ബിഇദ്നില്ലാ. أعوذ بالله من الشيطان الرجيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وآية لهم الأرض الميتة أحييناها وأخرجنا وجعلنا فيها جنات من نخيل وأعناب من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. بس ആയത്ത് അഥവാ ഓതുമ്പം ഇടയിൽ ശ്വാസം നിന്നാൽ നിർത്തണം, ശ്വാസം മുട്ടി ഓതണ്ട. ഖുർആൻ ഓതുമ്പം ശ്വാസം മുട്ടി മരിച്ചാൽ സ്വർഗം കിട്ടുമോ? അങ്ങനെ ചില ധാരണയുണ്ട്. ഖുർആൻ ഓതുമ്പം മരിച്ചാൽ എന്താവും? സ്വർഗം കിട്ടും. അതുകൊണ്ട് ശ്വാസം മുട്ടിയിട്ട് എന്ത് ചെയ്യാം? മരിക്കാം. അങ്ങനെയൊന്നുമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. കുറച്ച് അറിവുള്ളവരൊക്കെ ആണെങ്കിൽ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം വഖഫ് ചെയ്യുമ്പം അള്ളാഹു പറഞ്ഞു വരുന്ന വിഷയത്തിനൊരു തടസ്സം വരുമോ, അതായത് നിർത്താൻ പാടില്ലാത്തടുത്ത് നിർത്തിപ്പോവോ, അതൊക്കെ സൂക്ഷിച്ച് വേണം നിർത്താൻ. അങ്ങനെയുണ്ട്. കാരണം എന്താ അറിയോ, നമ്മുടെ നാട്ടിലിപ്പോൾ അധികം ഇമാമികളും ഏത് നാട്ടുകാരാ? നോർത്ത് ഇന്ത്യൻസ്, ബംഗാളീസാണ്. അപ്പോൾ അവർക്ക് പിന്നെ അഖീദയോ ആദർശമോ ഇൽമൊന്നും ഉണ്ടാവണമെന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ചോദിക്കും, കൂട്ടാൻ വന്ന ആളോട്, ഹാത്ത് കഹാ ബാന്ധിനാ ഹെ, ഇധർ ബാന്ധിനാ ഹെ, യാ ഇധർ യാ ഇധർ. അപ്പോൾ കൂട്ടാൻ വന്ന ആൾ പറയും, ഇധർ ബാന്ധിനാ ഹെ, ठीक है इधर बांधेंगे. അങ്ങനെ ളുഹറിന് ഇധർ ബാന്ധി. അസ്ർ കഴിഞ്ഞ് മഗ്‌രിബ് ആയപ്പോൾ ഇമാമിന് ഇഷ്ടപ്പെട്ടിട്ട് അടുത്ത പള്ളിയിലേക്ക് പോയി. അപ്പോൾ അടുത്ത സെക്രട്ടറി പറയും, ഇധർ ബാന്ധിനാ ഹെ, ठीक है इधर बांधेंगे. അങ്ങനെ ഇവിടെ ബാന്ധു അല്ലേ? വല്ലാത്തൊരു പ്രശ്നമാണത്. കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അപകടമാണ്, വലിയ ഹിസാബ് നേരിടേണ്ടി വരും. കാരണം നിസ്കാരമാണ്, തമാശയും കളിയല്ല. മുമ്പിൽ നിൽക്കുന്ന ആരെന്നുള്ളത് കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരുത്തൻ്റെ ബാക്കിൽ നമ്മൾ നിന്നു. അപ്പോൾ അദ്ദേഹം ഓതുകയാണ്, എന്താ അറിയോ, അല്ലാഹു അക്ബർ. റുക്കുവിലേക്ക് പോയി. എന്താ സംഭവിച്ചെന്താ? ഷർത്ത് പറഞ്ഞു, ജവാബ് വന്നില്ല. അള്ളാഹു പറഞ്ഞു, ആരെങ്കിലും വഴികേടിലായാൽ, ദുനിയാവിൻ്റെ ജീവിതത്തെ വലുതായി കണ്ടാൽ, അതിൻ്റെ ബാക്കി വന്നാലേ പൂർത്തിയാവുള്ളൂ. ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ, അവിടെ നിർത്താവൂ. ഇല്ലെങ്കിൽ എന്താവില്ല, കണക്ഷൻ പോയി. ഇത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മുതൽ കൊണ്ടുപോയി റുക്കുവിലേക്ക് പോയി. പക്ഷെ അവാമുൻ നാസിന് പ്രശ്നമില്ല. സാധാരണക്കാരനായ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവനാകുമ്പോൾ പ്രശ്നമില്ല. കാരണം അല്ലാഹു റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സാധാരണക്കാരാവരുത്. ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കുന്നവരാ നമ്മൾ. അപ്പോൾ അതിനെപ്പറ്റി അറിയണം, പഠിക്കണം, അതനുസരിച്ച് അമൽ ചെയ്യുകയും വേണം. നേരത്തെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഖുതുബയിൽ ഷേഖ് പറഞ്ഞൊരു കാര്യമല്ലേ, ഈ ഇരിക്കുന്ന നിങ്ങൾ, അപ്പുറത്തുള്ള പെണ്ണുങ്ങളും ഈ ദുനിയാവിലെ ഏറ്റവും ഖൈർ കിട്ടിയ ആൾക്കാരാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു ചെയ്യുന്നത് ദുനിയാവ് വാരിക്കോരി കൊടുക്കലല്ല, യുഫഖിഹു ഫിദ്ദീൻ, ദീൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും. ഐ യുഫഹിംഹു, ദീൻ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും.
അത് മനസ്സിലായതുകൊണ്ട് ഇപ്പം നിങ്ങളിവിടെ വന്നിരിക്കുന്നു. എനിക്ക് ഇപ്പം വരാൻ പോയാൽ എന്തെല്ലാം പരിപാടിയുണ്ട്, ലീവും കൂടിയല്ലേ. രണ്ടാമത്തെ ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ. അതുകൊണ്ട് നിസ്സാര സംഗതിയല്ല. അതുകൊണ്ട് നമ്മൾ എന്തായിക്കൂടാ, സാധാരണക്കാരെ പോലെ എന്തായാലും ആയിക്കൂടാ. കാരണം അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് എന്തില്ല, ഉദറില്ല. അള്ളാഹു ഒരു അവസരം തന്നു, നമ്മളെ എത്തിച്ച് തന്നു, ഇനി അങ്ങോട്ടുള്ളത് നമ്മളെ പണിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. 33-ാമത്തെ ആയത്തിന്റെ അർത്ഥം ആദ്യം നോക്കിക്കോളൂ. വആയത്തുൻ, ആയത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്, ദലീല് അല്ലെങ്കിൽ ദൃഷ്ടാന്തമാകുന്നു. ലഹും, അവർക്കുള്ള. ആയത്തിന്റെ ബഹുവചന രൂപമാണ് ഇത്, ആയാത്തുൻ. അപ്പൊ അവർക്കുള്ള തെളിവാകുന്നു. എവർക്കുള്ള? മുമ്പുള്ള ആയത്തുമായിട്ട് കണക്ഷൻ ഉണ്ട്, മനസ്സിലായില്ല? മുമ്പുള്ള ആയത്തുമായിട്ട് കണക്ഷൻ ഉള്ള ആയത്താണ്. അതുകൊണ്ടാണ് ആ ഹും ആരാണെന്ന് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു പോയി, അവരെ പറ്റിയാണ് ഈ പറയുന്നത്. തഫ്സീർ പറയുമ്പോൾ പറയാം. അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു എന്ത്? അൽ അർദു, ഭൂമി. ഭൂമി ദൃഷ്ടാന്തമാകുന്നു. എങ്ങനെയുള്ള ഭൂമി? അൽ മൈതത്തു, അർദിന്റെ വിശേഷണമായിട്ട് പറയാൻ. അൽ മൈതത്തു ശവം എന്നാ ശരിക്കും അർത്ഥം. പക്ഷെ അത് ജീവനുള്ള വസ്തുക്കളിലേക്ക് ചേർത്ത് പറയുമ്പോൾ ശവം എന്നർത്ഥം പറയാ. നിർജീവമായ, നിർജീവമായ ഭൂമി അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. മയ്യത്തും മൈത്തത്തും തമ്മിൽ എന്താണ് വ്യത്യാസം? മരിക്കാനിരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് മയ്യത്ത്, മരിച്ചു കഴിഞ്ഞാൽ മൈത്തത്ത്. ഇപ്പൊ നമ്മൾ മയ്യത്താണ്. എന്ത് മുജിവച്ചിരിക്കുന്നത്? ഇന്നക മയ്യിത്തുൻ, അല്ലാഹു പറഞ്ഞെന്താ? റസൂലുള്ളാഹി ജീവിച്ചിരിക്കല്ലേ പറഞ്ഞത്. നിങ്ങൾ എന്താണ്? അഥവാ ഇന്നക തമൂത്ത്, നിങ്ങൾ മരിക്കാനുള്ള ആളാണ്. അതാണ് മയ്യത്ത് എന്ന് പറയാ. മരിച്ചതിന് ശേഷം എന്തായി? മൈത്തത്തായി. അതാണ് ഈ പറഞ്ഞ വാക്ക്. നിർജീവമായി, ഇനി എന്തില്ല, ജീവനില്ലാത്ത സാധനമായി. അത് മാറിപ്പോയി, അത് നമ്മളെ നാടൻ ഭാഷയാണ്. ആ പേര് ചേരും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അറബിയുടെ ലഫ്ദിന്റെ പ്രത്യേകതയാണിത്. ശരിക്കും എന്താ പറയേണ്ടത്? മൈത്ത, ശവം. മലയാളത്തിൽ പറഞ്ഞാൽ ശവം. അർത്ഥവ്യത്യാസം മനസ്സിലാക്കുന്നതാണ്. മയ്യത്ത് മരിക്കാനിരിക്കുന്ന ആള്, മൈത്തത്ത് മരിച്ചു കഴിഞ്ഞ ആൾക്ക് പറയുന്നതാണ് മൈത്ത. ആ അതെ, ഉദ്ദേശിക്കുന്ന മരണം. പദം പ്രയോഗിക്കുന്ന അറബി ഭാഷയ്ക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ചില പദങ്ങളെ ചില സ്ഥലങ്ങളിൽ സൂട്ടാവുള്ളൂ. അതേസമയത്ത് പര്യായ പദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാലും ഇത് തന്നെ ഇവിടെ എന്ത് ചെയ്യണം? പറയണം. എന്നാലേ അതിൻ്റെ അർത്ഥം ശരിക്കും അർത്ഥമായി വരുള്ളൂ. ഇതുപോലെ സഖ, സഖ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുക. വെള്ളം കുടിപ്പിക്കുന്നതിൻ്റെ പേരാണ് സഖ. ജ്യൂസ് കുടിപ്പിക്കുന്നതിനോ പറയില്ല പൊതുവെ. മനസ്സിലായോ? വെള്ളം, പച്ചവെള്ളം സാധാരണ വൃക്ഷത്തിനായാലും മനുഷ്യന്മാർക്കായാലും മൃഗങ്ങൾക്കായാലും കുടിക്കാൻ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പേരാണ് സഖ. ബാക്കി എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നതിന് സാധാരണ എന്ത് പറയലില്ല, സഖ പറയാറില്ല. അറബി ഭാഷൻ്റെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞ പോലെ മൈത്തത്താണ് ശരിക്കും മരിച്ചതിന് ശേഷമുള്ളതിന് പറയേണ്ടത്. അതാണ് ഇവിടെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. അൽ അർദുൽ മൈതത്തു, ശവമായ ഭൂമി എന്ന് പറഞ്ഞാൽ നിർജീവമായ, ഒന്നിനും കൊള്ളാത്ത, ജീവനില്ലാത്ത ഭൂമിയും അവർക്കുള്ള ദലീലാകുന്നു. ഇനി രണ്ടാമത്തെ വിശേഷണം. എന്നിട്ട് ആ നിർജീവമായ ഭൂമിയെ അഹ്യൈന, നാം ജീവിപ്പിച്ചു. അഹ്യ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു. അഹ്യൈന അതിൻ്റെ മുത്തക്കല്ലിമിൻ്റെ രൂപമാണ്. നമ്മൾ സാധാരണ ഇപ്പം ഞാൻ വന്നു എന്നങ്ങനെ അറബി പറയാം, അനൈജി. നമ്മളെ നാടൻ ഭാഷയിൽ ഇജി ഇജി സാനി മറമായ ജി പറഞ്ഞില്ല. ഇജി ഇജി സാനി മറമായ ജി, വന്ന് ഇനി വരാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് അല്ലേ? അതായത് 14 രൂപങ്ങളിലാണ് അറബിയിലെ ഒരു ഫേൽ ഉപയോഗിക്കുക. 14 രൂപങ്ങൾ. ഇപ്പോൾ ഫഅല,
അങ്ങനെ വന്നിട്ട് അവസാനം ഫഅൽന, നമ്മൾ എന്നർത്ഥത്തിൽ. ഒരു പ്രവൃത്തിയെ 14 രൂപത്തിലാണ് കൈകാര്യം ചെയ്യുക. ഒരു ഇംഗ്ലീഷിൽ എന്താ പറയുക ഫെയിലിന്? വെർബല്ലേ, ഫെയിൽ വെർബല്ലേ. അതിൻ്റെ 14ാമത്തെ രൂപമാണിത്. അഹ്യൈന, നാം ജീവിപ്പിച്ചു. അപ്പോൾ പറഞ്ഞതിനല്ല, അർത്ഥം പറയാനല്ല, ബഹുവചന രൂപമാണിത് മുത്തക്കല്ലിമിൻ്റെ. ഇവിടെ അഹ്യൈന, നാം ജീവിപ്പിച്ചു എന്ന് പറയുമ്പം അള്ളാഹുവിനെ കളിയാക്കുന്ന മനുഷ്യന്മാർ ചോദിക്കും, കണ്ടോ എത്ര അള്ളാഹ്? അള്ളാഹ് എത്രയുണ്ട്? പിന്നെ എങ്ങനെ അഹ്യൈന എന്ന് പറയാ? അഹ്യൈതു എന്നല്ലേ പറയേണ്ടത്. ഞാൻ ജീവിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം നാം ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ല അള്ളാഹു ഒന്നല്ല, കുറേ ഉണ്ട്. നിങ്ങൾ എന്ത് പറയും? അതേ ഉള്ളൂ. അതൊരു ഇക്രാമിൻ്റെ പ്രയോഗമാണ്. ഉദാഹരണത്തിന് നമ്മൾ അങ്ങ്, എങ്കിലും വയസ്സ് കൂടിയ ആൾക്കാർ നമ്മളെന്താ വിളിക്കുക? നിങ്ങൾ എന്നല്ല വിളിക്കുക. തങ്ങന്മാരെ വിളിക്കും പോലെ തങ്ങളെ നിങ്ങളെന്ന് വിളിക്കണമെന്നുണ്ടാ? തങ്ങന്മാരെ നിങ്ങളെന്ന് വിളിക്കാൻ നിർബന്ധമാണ്. പക്ഷെ അവർക്കിടയിൽ അത് നിർബന്ധമാണ്. നിങ്ങളെന്നേ വിളിക്കാൻ പാടുള്ളൂ. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? കടലിലേക്ക് പഴം വലിച്ചെറിയുന്നത് നമ്മൾ എന്തിനാ വെറുതെ നിങ്ങൾ നിലം വിളിച്ചിട്ട് നമ്മളെ ഇജ്ജത്ത് കളയാൻ നിൽക്കുന്നു വെറുതെ? അതൊന്നുമില്ല. അഹ്യൈന എന്ന അല്ലാഹു ബഹുവചനം പറഞ്ഞത് ആദരവിൻ്റെ പ്രയോഗം, നാം. കാരണം അവൻ മാലിക്കുൽ മുൽക്കാണ്, രാജാതിരാജനാണ്, പരമാധികാരിയാണ്. ആ പവറിൻ്റെ വാക്കാണ് അഹ്യൈന. അങ്ങനെ അള്ളാഹു പറയുന്നതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. നമ്മളൊന്നുമല്ല എന്ന് കാണിക്കലും കൂടിയാണ്. ആര്? അടിമകളായ നമ്മൾ. നാമാണ് അധികാരി, നിങ്ങൾ എൻ്റെ അധികാരത്തിലുള്ള കീടങ്ങളാണ് എന്നൊരു സ്വരം ആ വാക്കിലുണ്ട്. അഹ്യൈന, നാം ജീവിപ്പിച്ചു. ഹാ, നിങ്ങൾ പറയണം, ഇത് പ്രസംഗ പരിപാടിയല്ലല്ലോ. അതിനെ, ഏതിനെ? ഭൂമിയെ. അപ്പോൾ അർദ് എന്ന് പറയുന്ന പദം സ്ത്രീലിംഗമാണ്, മുഅന്നസിൻ്റെ പദമാണ്. അതുകൊണ്ടാണ് ഹാ എന്ന് പറഞ്ഞ്. പുല്ലിംഗമാണെങ്കിൽ ഹാക്ക് പകരം എന്ത് പറഞ്ഞേനെ? ഹു. അപ്പൊ അഹ്യൈനാഹ, അതിനെ നാം ജീവിപ്പിച്ചു, അഥവാ അൽ അർദ, ഭൂമിയെ. വആയത്തുൻ, തെളിവാകുന്നു, ലഹും, അവർക്ക്, അൽ അർദു, ഭൂമി. എങ്ങനെയുള്ള ഭൂമി? അൽ മൈതത്തു, നിർജീവമായ ഭൂമി. അഹ്യൈന, നാം ജീവിപ്പിച്ചു, ഹാ, ആ ഭൂമിയെ. ജീവിപ്പിക്കൽ മീൻസ് ജീവനുള്ളതാക്കി, ഇലകളും ചെടികളും പുല്ലുകളും അതൊക്കെ മുളപ്പിച്ചിട്ട്. വഅഖ്റജ്ന, നാം പുറപ്പെടുവിച്ചു. അഖ്റജ, ഖറജ പുറപ്പെട്ടു, അഖ്റജ പുറത്താക്കി. അതിൻ്റെ നേരത്തെ പറഞ്ഞ സീഗയാണ് അഖ്റജ്ന, നാം പുറത്താക്കി. ആ വാവിൻ്റെ അർത്ഥം എന്താ? നാം ജീവിപ്പിക്കുകയും വഅഖ്റജ്ന, നാം പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. മിൻഹ, അതിൽ നിന്നും. ഏതിൽ നിന്നും? മിനൽ അർദി, ഭൂമിയിൽ നിന്നും. എന്തിനെ? ഹബ്ബൻ, ധാന്യത്തെ. ഹബ്ബ് അതിൻ്റെ ജംആണ് ഹുബൂബ്, ധാന്യങ്ങൾ. ഹബ്ബൻ, ധാന്യത്തെ, നെല്ലും ഗോതമ്പും. മണ്ണിനടിയിൽ, അല്ലേ ഷേഖേ? മണ്ണിനടിയിൽ ഇട്ട് മുളപ്പിക്കുന്ന സാധനം, അതാണ് ശരിക്കും ഏത്? ഹബ്ബ്, ധാന്യങ്ങൾ. അപ്പൊ ധാന്യത്തെ നാം മുളപ്പിക്കുകയും അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തു. ഫമിൻഹു, അതിൽ നിന്നാകുന്നു. ഏതിൽ നിന്ന്? അല്ല, ഹബ്ബിൽ നിന്ന്. എന്തെങ്ങനെ മനസ്സിലായി ഹബ്ബാണെന്ന്? ഹു, അർദിലേക്ക് മടങ്ങുന്ന ദമീറാകുമ്പോ ഹാ, കാരണം മുഅന്നസാണ്. ഹബ്ബ് മുദക്കറാണ്, അതുകൊണ്ട് തന്നെ ഫമിൻഹു, ആ ഹബ്ബിൽ നിന്നും യഅകുലൂൻ, അവരെന്ത് ചെയ്യുന്നു? ഭക്ഷിക്കുന്നു. അപ്പൊ നോക്കിക്കോ, വആയത്തുൻ, തെളിവാകുന്നു, ലഹും, അവർക്ക്. എന്ത്? അൽ അർദു, ഭൂമി. അൽ മൈതതു, നിർജീവമായ ഭൂമി. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. വഅഖ്റജ്ന മിൻഹ, അതിൽ നിന്ന് നാം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, ആ ധാന്യത്തിൽ നിന്നും യഅകുലൂൻ, അവർ തിന്നുന്നു, ഭക്ഷിക്കുന്നു. അപ്പം അവർ ഭക്ഷിക്കുന്ന ധാന്യങ്ങളെ ആ ഭൂമിയിൽ നിന്ന് നാം പുറപ്പെടുവിക്കുകയും ഭൂമിയെ ജീവനുള്ളതാക്കുകയും ചെയ്ത
നിർജീവമായ ആ ഭൂമി അവർക്കുള്ള തെളിവാകുന്നു. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. എഴുതിയെടുത്തിന് എല്ലാവരും പേനയും കടലാസും ഇല്ലാത്ത ഖുർആൻ ക്ലാസ് ഇല്ല. അതറിയില്ല. ഖുർആൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? പേനയും വേണം, കടലാസും വേണം. ഇമാം ഷാഫി റഹ്മഹുല്ലാഹു തആല ഭയങ്കര എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പത്തായം നിറച്ചും അദ്ദേഹം എഴുതി വെച്ച ഇൽമുകളുടെ കടലാസ് അല്ലെങ്കിൽ അന്നത്തെ തോലോ മരമോ നിറച്ചും അതായിരുന്നു എഴുതണം. കാരണം ഇൽമിന് ഒരു സമറത്തുൽ ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഖ്ലാസ്, അള്ളാഹു എനിക്കും നിങ്ങൾക്കും നസീബാക്കി തരട്ടെ, അത് പോയാൽ എല്ലാം പോയി. ഒന്ന് ഇഖ്ലാസ്, രണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം, ഇൽമിൻ്റെ രീതി എങ്ങനെയാണ്. മൂന്ന് എഴുതണം, നാല് ഹിഫ്ദ് ചെയ്യണം. എഴുതിയിട്ട് പോയാൽ കൊണ്ട് കാര്യമില്ല. എല്ലാവരും എന്താ ക്ലാസ്സിൽ ആക്കാൻ എന്താ അറിയോ, എല്ലാവർക്കും നോട്ട്ബുക്ക് ഉണ്ടാവും, എല്ലാവർക്കും പേന ഉണ്ടാവും, എല്ലാവരും കാര്യമായിട്ട് എഴുതും. പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പോകും. പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ കയറി വരുമ്പോൾ എഴുതി നിർത്തിയിട്ട് അവിടെ പോയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ അതിൽ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. എഴുതണം, പിന്നെ ഹിഫ്ദ് ചെയ്യണം, പിന്നെയോ അമൽ ചെയ്യണം, പിന്നെ ദഅവത്ത് ചെയ്യണം, പിന്നെ സബർ കൈകൊള്ളണം. സമറത്തുൽ ഇൽമി 7 ഒന്ന് ഇഖ്ലാസ്, 2 ശ്രദ്ധിച്ച് കേൾക്കൽ ഇസ്തിമാ, 3 അൽ കിതാബ എഴുതൽ, 4 അൽ ഹിഫ്ളു എഴുതിയ മനഃപ്പാഠമാക്കൽ, 5 അൽ അമലു അതനുസരിച്ച് പ്രവർത്തിക്കൽ, 6 അദ്ദഅവതു ഇലൈ അതിലേക്ക് ആളുകളെ വിളിക്കൽ, 7 അസ്സബ്റു അലൽ അദാഫി അങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ സബർ കൈകൊള്ളൽ. എന്താ ബുദ്ധിമുട്ട്? ഈ ഒരു പഠിത്തക്കാരൻ ഒന്ന് പോവായി, അപ്പം നമുക്കെന്ത് വരും മനസ്സിൽ? ദേഷ്യം വന്നാൽ ഇന്നലെ ശേഖ് പറഞ്ഞില്ലേ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഫദക്കിർ ഇന്നമാ അൻത ബസ്, നിന്റെ ജോലി കഴിഞ്ഞു, നീ വിട്ടോ, ഖലാസ്. ഒറ്റൊരു പ്രാവശ്യം പറയലോടെ നമ്മളെ ഉത്തരവാദിത്വം തീർന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്, ഈ ആയത്ത് ഓതുമ്പം എങ്ങനെ ഓതണം, എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കിക്കോളൂ. വആയത്തുൻ, വാന്റെ മഖ്റജ് എവിടെയാ? ഷഫതൈൻ, 2 ചുണ്ടുകളുടെ 2 ഭാഗങ്ങളും ചേർന്ന് നടു ഒഴിവായിക്കൊണ്ട് പൂമാല പോലെ വളച്ച് പറയുക എന്നാണ് പഴയ ഉസ്താമൽ പറയല്. അങ്ങനെ വേണം. അവിടെ ഒരു നിയമമുണ്ടല്ലോ, പറഞ്ഞോളൂ. മൊബൈലിനേക്കാളും ഖുർആൻ എടുക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ, ഖൈറായിരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ പ്രിൻ്റ് എടുത്ത പേപ്പർ വായിക്കുന്നതും കിതാബ് വായിക്കുമ്പോൾ 2 ഫീലാണ്. എന്താ നിയമം? ഇദ്ഗാം ബിലാ ഗുന്ന, അതാണ് ശരിക്കുള്ള ഇദ്ഗാം. താം സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ലാമോ റാഓ, അത് പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള പേരേതാ? എനിക്കിപ്പോഴും എൻ്റെ മുമ്പിൽ എൻ്റെ ഉസ്താദിനെ ഞാൻ കാണുന്നു. ഇദ്ഗാം ബിലാ ഗുന്നൻ്റെ അക്ഷരങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റിയ പേര് ആര് പേരാ? ഓർമ്മയില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിലെ താരം ബ്രയൻ ലാറ, പറയും ലാറനെ ഓർത്താൽ മതിയിടാന്ന്. ലാറ മറ്റേ കളിക്കാണ് ക്രിക്കറ്റ്, അതാണ് ലാമും റാവും. ഇദ്ഗാം ബിലാ ഗുന്നൻ്റെ 2 അക്ഷരം. അത് വന്നാൽ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒട്ടിക്കലാണ്. എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശബ്ദം തീരെ പുറത്തേക്ക് കേൾക്കാൻ പാടില്ല. ഏതുപോലെ വആയത്തുല്ല എന്ന് പറഞ്ഞൂടാ. വആയത്തുല്ല, തുല്ല, നൂൻ്റെ സൗണ്ടേ വരാൻ പാടില്ല. സാക്കിനായ നൂൻ്റെ സൗണ്ടോ തൻവീനിൻ്റെ നൂനുണ്ടല്ലോ, അൻ ഇൻ ഉൻ, ആ നൂന് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പാടില്ല. വആയത്തുല്ല, അതാണ് ഇദ്ഗാം ബിലാ ഗുന്ന. അതവിടെ ഉണ്ട്, ഒരു നിയമമായി. അപ്പോൾ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം യാ റാ ലാമ് മീമ് നൂന് അല്ല വാവ് നൂന് യർമലൂന, ഈ 6 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ഇദ്ഗാം ചെയ്യണം, ഒട്ടിച്ചോദണം. ഇദ്ഗാം 2 വിഭാഗം, ബിഗുന്ന ബിലാ ഗുന്ന. ബിഗുന്നക്ക് 4 അക്ഷരങ്ങൾ, ബിലാ ഗുന്നക്ക് 2 അക്ഷരങ്ങൾ. ബിലാ ഗുന്നൻ്റെ 2 അക്ഷരമാണ് ഏത്? ബാക്കി 4 എന്തിൻ്റെതാണ്? ബിഗുന്നൻ്റെതാണ്. ലാമുർ റാവും വന്നാൽ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അപ്പൊ ബിഗുന്നയോ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യണം. വആയത്തുൽ ലഹുമുൽ അർദു, അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ? ലഹു, ഹാ എവിടെ നിന്നാ വരുന്നത്?
ഇഖ്തലഫൽ ഉലമാ. എവിടുന്നാ? തൊണ്ടയുടെ താഴെ ഭാഗം, തൊണ്ടയുടെ താഴെ കുഴി. ഹ ഹൻസ ഹ ലഹു, അവിടെ തന്നെ ഹ വരണം, കാരണം അതാണ് ആ അക്ഷരത്തിന്റെ സ്ഥലം. പിന്നെ ലഹുമുൽ അ, ആ ആയും അതേ സ്ഥലത്തു നിന്നാണ്. ലഹുമുൽ അ. ശേഷമുള്ള റാ കുറച്ച് പ്രയാസമുള്ള അക്ഷരമാണ്, കുറച്ച് നിയമങ്ങൾ കൂടിയ ആളാണ് റ. അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളിൽ VIP കളിൽപ്പെട്ട ചില ആളുകളുണ്ട്. അതിലൊരു VIP ആണ് ആര്? ഈ റ. നമ്മളൊക്കെ ഇപ്പൊ ഈ പഠിപ്പിക്കുന്ന എൻ്റെ അവസ്ഥ പറയാൻ, ഇവിടുത്തെ അറബി ഖാലികളെടുത്ത് പോയി ഓതിയാൽ ആദ്യം പിടിക്കുന്നത് ഈ റായിലായിരിക്കും. കാരണം അതിൻ്റെ സിഫത്തുകളും അതിൻ്റെ ഉച്ചാരണ ശൈലിയും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ്. യൂട്യൂബിൽ കൃത്യമായിട്ടുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് പഠിക്കണം. എനിക്ക് കൂലിയുണ്ട് പോയി. നമ്മൾ എത്ര സമയം ഖുർആൻ പഠിക്കാൻ വേണ്ടി യൂട്യൂബിൻ്റെ മുമ്പിൽ ഇരുന്നോ അത്രയും സമയം നമ്മൾ ഇബാദത്തിലാണ്. കാരണം പരിശുദ്ധ ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തുകളിൽപ്പെട്ട ഒരക്ഷരം പഠിക്കാനാണ് ഇവൻ ഈ സമയം ചെലവാക്കുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞെന്താ? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹിന്റെ കിതാബിൽ നിന്ന് ആരെങ്കിലും ഒരക്ഷരം ഓതിയാൽ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു കൂലിയുണ്ട്, ഒന്ന് 10 സമമാണ്. അപ്പൊ റ എന്നൊരിക്കൽ പറഞ്ഞ എത്ര എഴുതി? എനിക്ക് 10 എഴുതി. ഞാൻ പിന്നെയും പറഞ്ഞു റ എത്ര എഴുതി? ഈ മലക്കിന്റെ ജോലി തീരുന്നവരെ ഇവിടെ തന്നെ ജോലിയായിരിക്കും. അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് എത്രയുണ്ടാവും കൂലി? പ്രായം ചെന്ന് അക്ഷരം പറയാൻ പ്രയാസമായി തുടങ്ങിയവർ കഷ്ടപ്പെട്ട് പഠിച്ചാലോ ലഹു അജറാൻ, ഡബിൾ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. മുസ്ലിമിനെ കിട്ടുള്ളൂ. ലഹു അജറാൻ. ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വീണ്ടും മുരുണ്ടും അക്ഷരം പഠിക്കുന്ന ആൾ, ഓതുന്ന ആള് 2 കൂലിയുണ്ടതാണ്. ഒരു 5 മിനിറ്റ് മെനക്കെട്ടാൽ മതി. വെറുതെ ഫോൺ എടുത്തിരിക്കുമല്ലോ, 5 മിനിറ്റ് മൊബൈൽ എടുത്തിട്ട് പിന്നെ റാ ഉച്ചരിക്കേണ്ടത് എങ്ങനെ? ഇപ്പം മറ്റാൾക്കാർ ചോദിച്ചാൽ മതി. ആര്? നമ്മളെ ഷെയ്ഖ് ChatGPT. മൂപ്പരത്തി ചോദിച്ചാൽ മൂപ്പര് കൃത്യമായിട്ട് ചിത്രവും തരും, അത് നിയമം പറഞ്ഞു തരും, നമ്മുടെ കയ്യിൽ എഴുതി നമുക്ക് കാണിച്ചു തരും. നാവ് ഇങ്ങനെ മുട്ടണം, അവിടെ മുട്ടണം, ഇങ്ങനെ പറയണം. കൂലിയല്ലേ? ഇബാദത്തല്ലേ? റാ. റായിന് സുക്കൂനും, റായിന് സുക്കൂനും ഉറക്കം വരുന്നുണ്ടാ? റായിന് സുക്കൂനും അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹും വന്നാൽ റായിന് തഫ്ഖീം എന്ന് പറയുന്ന നിയമമാണ്. തഫ്ഖീം എന്ന് പറഞ്ഞാൽ ഖനപ്പിക്കൽ. നമ്മുടെ നാട്ടിൽ തന്നെ റാ പറഞ്ഞ എങ്ങനെ? തറ പറ അതല്ലേ? ആ റാ അല്ല അറബിയിലുള്ള റാ. നാവിൻ്റെ അഗ്രം മുകളിലത്തെ മുൻപല്ലുകളുടെ ഊണിൽ, നൂനിൻ്റെ മഖ്റജിനേക്കാൾ മുകളിൽ റാ. അതാണ് ശരിക്കും. ആവാനും പാടില്ല, തക്രാറും പാടില്ല. റാ. നമുക്ക് തെറ്റും പറയും, എന്നാലും അത് ശ്രദ്ധിക്കണം. റാ ആ ഖനപ്പിച്ച് വരണം. റായിന് സുക്കൂൻ, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹും വന്നാൽ തഫ്ഹീമാണ്, ഖനപ്പിച്ച് വരേണ്ട സമയമാണ്. അർ അർ എന്നെ പറയണം. വആയതുൽ ലഹുമുൽ അർ. ശേഷം വന്ന അക്ഷരം ദ്വാദ്. അതിന്റെ മഖ്റജ് എവിടെയാ? പണ്ട് നമ്മുടെ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ച 2 അക്ഷരങ്ങളുണ്ട്, ഈസി ആക്കി തന്നു. ഒന്ന് സ, മറ്റേതോ സ്വാ. ഒന്ന് വാ, മറ്റേതോ വാ. അത് തെറ്റാണ്. ഉസ്താദ്മാരെ കുറ്റം പറയുന്നല്ലേ? അല്ലാഹു മഗ്ഫിർ ലഹും വർഹംഹും. അവർ പഠിപ്പിച്ചതിൻ്റെ ശേഷമാണ് ബുഖാരി വായിക്കാൻ തുടങ്ങിയത്. അവരാണ് ശരിക്കുള്ള ഉസ്താദ്മാർ. പക്ഷേ സ്വ എന്നല്ല, അല്ലെങ്കിൽ ദ്വാ എന്നല്ല. നാവ് 3 തരത്തിലാണ്. ഇത് നാവാന്ന് വെച്ചു. നാവിൻ്റെ അറ്റം അദിനൽ ലിസാൻ, നാവിൻ്റെ മധ്യം വസ്തുൽ ലിസാൻ, നാവിൻ്റെ ഇങ്ങേയറ്റം ഉള്ളിൽ അഖ്സൽ ലിസാൻ. ഈ 3 സ്ഥലത്തുനിന്നും അതിന് പിന്നെ അക്ഷരങ്ങളുണ്ട്. നാവിൻ്റെ ഏറ്റവും അധികം അക്ഷരം വരുന്ന എവിടുന്ന? നാവിൽ നിന്നാണ്. ഏറ്റവും അധികം അക്ഷരം വരുന്നത് നാവിൽ നിന്നാണ്. അത് നാവിൻ്റെ ഈ 3 സ്ഥലത്തു നിന്നാണ്. ദ്വാദ് വരുന്നത് നാവിൻ്റെ അഖ്സൽ ലിസാനിലാണ്, നാവിൻ്റെ അങ്ങേയറ്റത്തുനിന്ന്. അത് എങ്ങനെ എവിടെ മുട്ടിക്കണം അത് പഠിച്ചാൽ ദ്വാദ് വരും. ഒന്നും ചെയ്യും. നമ്മളെന്താ വെച്ചാൽ നമ്മൾ അതിനെ ഇങ്ങനെ നാവ് വളക്കൊന്നും വേണ്ട, നേരെ വെക്കുക. നാവിൻ്റെ അങ്ങേയറ്റത്തെ അരിക് അതിൻ്റെ സൈഡിലുള്ള അണപ്പല്ലുകളിൽ അമർത്തി മുട്ടിക്കുക. നാവ് വളക്കാനും പിടിക്കാനൊന്നും പോണ്ട. നാവിൻ്റെ അങ്ങേയറ്റം അതിൻ്റെ സൈഡിലുള്ള അണപ്പല്ലില്ലേ, എടുത്തോ വലുത്തോ,
അവിടെ അമർത്തി മുട്ടിക്കുക. ദ ചുണ്ട് അതിൽ ഇടപെടാനേ പാടില്ല. ദ്വ അല്ല, നാവിൻ്റെ അങ്ങേയറ്റത്തെ അരിക് അതിൻ്റെ അണപ്പല്ലിൻ്റെ സൈഡിൽ അമർത്തി മുട്ടിച്ചാൽ മതി, ദ്വാദാവും. നമുക്കിത് പറഞ്ഞുകൊണ്ടുന്ന സമയം പോകുകൊണ്ട് നമ്മുടെ ഷേഖിനെ സമീപിക്കുക, ഗൂഗിളോ അല്ലെങ്കിൽ ചാറ്റ് GPT ഒരു 10 മിനിറ്റ് ഇരുന്ന് കൊടുത്താൽ എന്താവും, ദ്വാദിൻ്റെ മഖ്റജ് കിട്ടും. പറഞ്ഞു പഠിക്കുന്ന വേണം. പഴയ തജ്വീദിൻ്റെ ഉസ്താദ്മാർ തജ്വീദ് പഠിപ്പിക്കാൻ കാര്യം ആദ്യം ഒരു കണ്ണാടി തരും, പിന്നെ ഒരു പെൻസിലും. ഈ കണ്ണാടി നോക്കി ഒരക്ഷരം പറയുമ്പോൾ ആ പെൻസിലുണ്ട് അതിൻ്റെ സ്ഥാനത്ത് കുത്തണം. ഇതോടെ കുത്തണം. ഐൻ ഗൈൻ ഇങ്ങനെ കുത്തിയിട്ട് പറയണം. പിന്നെ നാവെന്ന് വരുന്ന പറയുമ്പോൾ പെൻസിലുണ്ട് കുത്തണം. നാവിൻ്റെ അങ്ങേയറ്റം കുത്തിയിട്ട് പറയണം. ഇതിങ്ങനെ പറയിപ്പിക്കൂ. എന്താ അടിയാ കൊണ്ടെന്നറിയോ? സുബ്ഹാന റബ്ബി. നല്ല അടികൊള്ളുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. ആരോട്? ഉപ്പാനോട് ദേഷ്യം വരും. ഉപ്പാനോടെ കൊണ്ട് ഇട്ടുകൊണ്ടല്ലേ അടികൊള്ളുന്നത്. പക്ഷെ അള്ളാഹു ആ ഉസ്താദുമാരെ അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ അടിക്കുക, ബാക്കിൽ നിൽക്കും, ഇവിടെ അടിക്കുക. ഏതുവരെ അറിയോ? ആ അക്ഷരം കൃത്യമായി പുറത്ത് വരുന്നത് വരെ അടിയാൻ. ഈ കാലത്തിലാണെങ്കിലും അവരൊക്കെ ഉണ്ടതൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഈ കാലാണെങ്കിൽ അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ഉസ്താദാണ് എന്ത് പറഞ്ഞാലും. ഖൈർ. അതുകൊണ്ട് അർദു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല നമ്മളെ പോലത്തെ ആമികളായ സാധാരണക്കാരായ ആൾക്കാർക്ക് പറഞ്ഞൊരു നിഅമ, ദ്വാദും ദ്വാഉം ഉച്ചാരണത്തിൽ കേൾക്കുമ്പം ഒരുപോലെ ആയാൽ പ്രശ്നമില്ല, പിന്നെ മഖ്റജ് തെറ്റിയാലും പ്രശ്നമില്ല. അതായത് ഇപ്പം അറബിയിലെടുത്ത് നമ്മൾ പോയിട്ട് ഓതി നമുക്ക് എന്തായാലും തെറ്റിപ്പിടിക്കും. ദ്വാദ് ആലിമീങ്ങൾ ഖാരികൾ അത് ശ്രദ്ധിക്കന്നെ വേണം. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഓതുമ്പോൾ ദ എന്ന സൗണ്ട് വന്നാൽ മതി. വലദ്ദാ എന്ന് പറയുമ്പോൾ വലദ്ദാന്നോ വലദ്ദാന്നോ ആ സൗണ്ട് അങ്ങനെ വന്നാൽ കുറ്റത്തിൽ നിന്ന് മുക്തനാവും എന്നൊരു മസ്അലയുണ്ട്. അത് നമുക്ക് ചെറിയൊരു ആശ്വാസം തരുന്ന മസ്അലയാണ്. ഫഹിംതും? ഞാൻ പറഞ്ഞ കുട്ടൻ സിംഗ് മനസ്സിലായ? ഉമ്മുൽ ഹസത്തിക്കാക്ക് എന്തോ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെന്താ ശ്രദ്ധിക്കാനുള്ളത്? മൈതതു. മാന്റെ മഖ്റജ് എവിടെയാ? മീം. നിങ്ങൾക്ക് എന്തോ ഒരു ഉഷാർ കുറവുണ്ട്. രണ്ട് ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗം മീം. ബ രണ്ട് ചുണ്ടിൻ്റെയും നനവുള്ള ഭാഗം. മീം രണ്ട് ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗമാണ് മീം. മൈ. അത് കഴിഞ്ഞാൽ താന്റെ മഖ്റജോ? ഈ ഇരിക്കുന്ന ഷെയ്ഖ് ഇതെല്ലാം നിങ്ങളെ മുമ്പേ പഠിപ്പിച്ച് കഴിഞ്ഞ ഷെയ്ഖായി ഇരിക്കുന്നു. അള്ളാഹു ആ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ മൂന്നെണ്ണവും ഒരേ മഖ്റജാണ്. നാവിൻ്റെ അഗ്രവും മുകളിലത്തെ മുൻപല്ലുകളുടെ ഊനും. മൈതതു. ഇതല്ല, അല്ല. നമ്മൾ പൊതുവേ നാവ് ഉള്ളിൽ പുറത്തേക്ക് ഇട്ടിട്ടാണ് പറയുക. അല്ല, ഇത് മുൻപല്ലിൻ്റെ ഊന്. മനസ്സിലായോ? നാവ് കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു തടിപ്പ് പോലെ തോന്നില്ലേ? ആളെ അറ്റം മുട്ടിച്ച് പറഞ്ഞു തുൻ. അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇതിങ്ങനെ ഉറക്കെ പറഞ്ഞ് പഠിക്കണം. പുരക്കുന്നു ഓളെന്ത് വിചാരിക്കും ചിലപ്പോൾ കേൾക്കുമ്പോൾ, എന്തോ പറ്റുകളി വരുന്ന വൈകാറ്റ് എന്തെങ്കിലും അങ്ങനെ വിചാരിച്ചോട്ടെ. നമ്മൾ മജ്നൂനാന്ന് വിചാരിക്കണം. കാരണം നമ്മൾ പഠിക്കുന്നത് എന്താണ്? കലാമു റബ്ബിൽ ആലമീൻ, അള്ളാഹുവിൻ്റെ കലാമാണ്. വളരെ ശ്രദ്ധിക്കണം. അപ്പം മൈതതു وآية لهم الأرض الميتة أحييناها. പിന്നെ ശ്രദ്ധിക്കാനുണ്ട് എന്താ? ഇതിനി ഒന്ന് ഓതാനുണ്ട്, നമുക്ക് ഒരുമിച്ച് ഓതാനുണ്ട്. അഹ്യൈന. എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഹ. അഹ്യൈന എന്ന് വേഗം വായിച്ചു പോവാം. അതല്ല, അഹ്യ. ഹായാണ് തൊണ്ടയുടെ മധ്യഭാഗം. ഹ ഹി ഹുൻ. ഇച്ചിരി പ്രയാസമുള്ള അക്ഷരമാണ് പറയാൻ. ഹ ഹി ഹുൻ. ഹ ഹി ഹുനൽ ഹ നഹുന.
അതന്നെ വരണം. മദ്യം എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ പോയാൽ അക്ഷരത്തിന്റെ മഖ്റജ് മാറി വേറെ അക്ഷരമായി ചിലപ്പോൾ എന്തായി പോവും, അർത്ഥമേ മാറിപ്പോവും. അഹ്യൈന തന്നെ വരണം. പിന്നെയോ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, നമ്മൾ സുക്കൂൻ വന്ന അക്ഷരത്തിന് ഫുൾ സുക്കൂൻ കൊടുത്ത് അമർത്തി പറയേണ്ടത് 5 അക്ഷരങ്ങൾക്കാണ്. ഏതാ? കുത്തുബുജദ്, ഖാഫ്, ദാല്, ബാ, ജീം, ദാൽ. ഈ 5 എണ്ണത്തിന് സുക്കൂൻ വന്നാൽ ബ, ദ, ജ് എന്നെ പറയണം. അതല്ലാത്ത അക്ഷരത്തിന് സുക്കൂൻ വന്നാൽ ഹാഫ് സുക്കൂനാണ്. അപ്പൊ ഇവിടെ അഹ്യൈ എന്ന് പറഞ്ഞൂടാ, അഹ്യൈ, അഹ്യൈ, അഹ്യൈ എന്ന് ഒതുക്കൂടാ, അഹ്യൈ. സംഭവം മനസ്സിലായ? അഹ്യൈ, അഹ്യൈന, അതും അഹ്യൈന, രണ്ടല്ലേ? അഹ്യൈന. وآية لهم الأرض الميتة أحييناها. അവിടെ ഹായാണ് തൊണ്ടയുടെ താഴത്തുനിന്ന്. وأخرجنا منها. വാ പറയുമ്പോൾ ചുണ്ടുകൾ പറയണം, 2 അറ്റം തട്ടി വ. പിന്നെ ഇസ്തിഇലാഇലെ 1ാമത്തെ അക്ഷരമാണ് ഖ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു VIP ആണ്. ഹൃദയത്തെ റാ പറഞ്ഞ പോലെ ഒരു VIP ആണ് ആര്? ഖ. മാത്രമല്ല കുത്തുബുജദ് അല്ലാത്തത് കൊണ്ട് തന്നെ സുക്കൂൻ വരുമ്പോൾ സുക്കൂൻ ഹാഫ് ആവണം. അപ്പൊ അഹ്റ എന്ന് പറയില്ല, മറിച്ചോ അഹ്റ, അഹ്റ. അതിനുശേഷമുള്ള റാ നേരത്തെ നമ്മൾ പറഞ്ഞു, റാഇന് ഫത്ഹ് വന്നാൽ തഫ്ഖീമാക്കണം, ഖനപ്പിക്കണം. അഹ്റ, അഹ്റ പറഞ്ഞൂടാ. അഹ്റ മലയാളത്തിലെ റായാണ്, അറബിയിലെ റാ, റാ, അഹ്റ, അഹ്റ. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഒന്ന് ഉയർന്ന് പൊങ്ങിയിട്ട് പറയുന്ന അക്ഷരം അഹ്റ. അതിനുശേഷം വന്നിരിക്കുന്ന ജീം ഏതിൽപ്പെട്ടതാ? ഖുതുബുജദിൽപ്പെട്ടതാണ്. സുക്കൂൻ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യണം? ഫുൾ സുക്കൂൻ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അഖ്റജ്ന പോല, അഖ്റജ്ന, അഖ്റജ്ന, ജ് ഫുൾ സുക്കൂൻ കൊടുത്തിട്ട് ജ് എന്ന് തന്നെ പറയണം. അഖ്റജ്ന وأخرجنا منها حبا فمنها. ഒരു നിയമമുണ്ടല്ലോ, സാക്കിനായ നൂനിന് ശേഷം ഇവിടെ സാക്കിനായ നൂൻ എവിടെയാ? മിൻഹയില്. മിൻ, മീമിന് ശേഷമുള്ള സാക്കിനായ നൂൻ. അതിന് ശേഷമുള്ള അക്ഷരം ഏതാ? ഹ. അങ്ങനെ വന്നാൽ അവിടുത്തെ നിയമമാണ് ഇദ്ഹാർ. ഞാൻ പഠിച്ചതാണ്, ഓർക്കാത്തോണ്ടാണ്. ഇദ്ഹാർ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഹംസഹ, ഐൻഹ, ഗൈൻ, ഖ ഈ 6 എണ്ണത്തിലെങ്കിലും ഒന്ന് വന്നാൽ വ്യക്തമാക്കി വെളിവാക്കി ഓതണം. എന്തിനാ വെളിവാക്കേണ്ടത്? നൂനിനെ. മിൻഹ. അപ്പൊ ആ നൂൻ കൃത്യമായിട്ട് കേൾക്കണം. മിൻഹ, മിൻഹ. മീ ഇവിടെ നിന്നാ വരണ്ട്, നൂനോ നാവുന്നാണ്. മിൻ, മിൻഹ. وأخرجنا منها حبا في ഹ. ഹബ്ബൻ പറയുമ്പോൾ ഹ ശ്രദ്ധിക്കണം. പിന്നെ ഹബ്ബൻ, ബാന്റെ മഖ്റജ് നമ്മൾ പറഞ്ഞു, 2 ചുണ്ടിന്റെയും നനവുള്ള ഭാഗം ബ. ഹബ്ബ. ശദ്ദു വന്നാൽ കട്ടി കൂട്ടണം, നിർബന്ധമായും കൂട്ടണം. എന്തുകൊണ്ട്? ശരിക്കും ഹബ്ബൻ എന്ന് ശദ്ദോടെ പറയുമ്പം അത് എഴുതും എങ്ങനെ വരും? ഹബ്ബൻ, ഹബ്ബൻ. ഇടയിൽ ഒരു സുക്കൂനുള്ള ബാ ഉണ്ട്. ആ ബാ നമ്മൾ 2ാമത്തെ ബായിലേക്ക് ഒട്ടിക്കുകയാണ്. അപ്പൊ ശ്രദ്ധില്ലാണ്ട് ഓതിയാൽ, ഇവിടെ ഒരാള് മിൻഹ ഹബൻ ഫ, അള്ളാഹ് പറഞ്ഞ ഒരു അക്ഷരത്തെ ഖുർആൻ എന്ന് ഒഴിവാക്കിയിട്ട് അവൻ ഓതിയത് ഫഹുവ ആസിം, അവൻ തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്. അതുകൊണ്ട് ശ്രദ്ധുള്ള അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓതാൻ. ഹബ്ബ, ഹബ്ബൻ കട്ടി കൂട്ടി. പിന്നെ അവിടെയുള്ള നിയമം എന്താ? തൻവീനു ശേഷം എന്ത് വന്നു? ഫ വന്നു. എന്താ നിയമം? ഇഖ്ഫാ. 4 നിയമമല്ലേ? ഇദ്ഹാർ, ഇദ്ഗാം. ഞാൻ ഇത് എല്ലാ ക്ലാസ്സിലും പറയൂ കേട്ടോ. കുറേ ആകുമ്പോൾ നമുക്ക് എന്താവും, അതങ്ങനെ ശരിയാവും ഇൻഷാ അല്ലാഹ്. ഇദ്ഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇതാണ് 4 പ്രധാനപ്പെട്ട നിയമം. അതിൽ ഇഖ്ഫാ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എന്താ? മറക്കലാണ്, പൊത്തിപ്പിടിക്കലാണ് ഇഖ്ഫാ.
അതായത് സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഏകദേശം 18ഓളം അക്ഷരങ്ങൾ വന്നാൽ ബാക്കി ഇദ്ഗാമിന് പോയി 6 എണ്ണം, ഇദ്ഹാറിന് പോയി 6 എണ്ണം, 6 6 12, ഇഖ്ലാബിന് 1 പോയി 13, 13 18 എത്രയായി? എത്രയായി? ഇത് നമ്മൾ പഠിച്ച ഒരേ സ്കൂളിലാന്ന് തോന്നുന്നു. അപ്പൊ അത്ര അക്ഷരം അറിവിലുണ്ടോ? അപ്പൊ നിങ്ങൾ എന്നോട് പറയണ്ടേ, നിങ്ങൾ പറഞ്ഞ തെറ്റിന്ന് പറയണ്ടേ? അപ്പൊ ഇങ്ങനെ ശ്രദ്ധയിലില്ല, നിങ്ങൾ വേറെന്തെല്ലോ ഓരോ ആണ്. ക്ഷീണമുണ്ടാ? അത് ഇദ്ഹാറിന് 6 എണ്ണം, ഇദ്ഗാമിന് 6 എണ്ണം, ഇഖ്ലാബിന് 1, 12 1 13. എത്ര ആവാൻ? അതെല്ലാം ഇഖ്ഫായിൻ്റെതാണ്, ബാക്കിയുള്ളതെല്ലാം ഇഖ്ഫായിൻ്റെതാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഫ. അപ്പൊ സാക്കിനായ നൂനോ തൻവീനോ ശേഷം ഫ വന്നാൽ ആ നൂനിനെയും തൻവീനെയും മറച്ച് മണിച്ച് ഉച്ചരിക്കണം. എങ്ങനെ? ഫാന്റെ മഖ്റജ് എവിടെയാ? മുകളിലത്തെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴത്തെ ചുണ്ടിന്റെ നനവുള്ള ഭാഗത്ത് തട്ടിക്കുക. ഫ ഫ ഫ ഫി ഫുൻ. ഇപ്പൊ മുമ്പിലത്തെ മുമ്പല്ലി ഇല്ലാത്തവൻ എങ്ങനെ പറയും? അവന് പറയാൻ കഴിയില്ല, അത്രയേ ഉള്ളൂ. അവൻ പറയണ്ട, അവന് പല്ലില്ലാത്തോണ്ടല്ലേ. ഫ ഹബ്ബ ഫ. അള്ളാഹു അങ്ങനെയുള്ള ഐബുകളെ തൊട്ട് കാത്തി രക്ഷിക്കട്ടെ. അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ്. ഐബ്, ശരീരത്തിലെ ഐബ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളും പുറവും പൂർണ്ണാണ്. ഹസൻ സാബിത്ത് പറഞ്ഞില്ലേ, വഅജ്മലു മിൻക ലം അഹ്സനു മിൻക ലം വഅജ്മലു മിൻക ലം തറ ഐനി ഖത്തു വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖുലിഖത കമാ തശാഉ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നബി അല്ലാഹു നേർക്ക് നേരെ കാണാനുള്ള തൗഫീഖ് ജന്നത്തുൽ ഫിർദൗസ് നസീബാക്കട്ടെ. നബിയെ, അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരാളെയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അങ്ങയെപ്പോലെ മനോഹരമായ ഒരു ശരീരവും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അങ്ങ് എന്ത് ന്യൂനതകളും ഇല്ലാണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങ് അങ്ങോട്ട് ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ച പോലെ ഉണ്ട്. കാണുമ്പോൾ പൂർണ്ണമാണ്, ഒരൈബുമില്ല. അതൊരു നിഅമത്താണ്. അതുകൊണ്ട് ശരിക്കും അല്ലാഹുവിനോട് രോഗങ്ങളെ തൊട്ട് കാവൽ തേടുമ്പം എന്തും വേണം? ഐബുകളിൽ നിന്ന് കാവൽ തേടണം. ആളുകൾ കണ്ടാൽ അറുക്കുന്ന ഒരവസ്ഥയും അല്ലാഹുവേ നമ്മുടെ ശരീരത്തിലോ ജീവിതത്തിലോ സ്വഭാവത്തിലോ നീ തരല്ലേ എന്ന് ദുആ ചെയ്യണം. ബോഡിയിൽ മാത്രമല്ല ഐബ്, സ്വഭാവത്തിനും ഐബ് വരാം. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ, ക്ലിയറാക്കി തരട്ടെ. ഉള്ളും പുറവും അല്ലാഹു നമുക്ക് ഒന്നാക്കി തരട്ടെ. ചിന്തിച്ചേ പറ്റുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് നിഫാഖില്ലാത്ത പ്യൂർ മുഅ്മിനായി ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരി. وأخرجنا منها حبا فمنه അവിടെയും സാക്കിനായ നൂനും ശേഷം ഹ ഇദ്ഹാർ. ഫമിൻഹു യഅകുലൂൻ. യഅകു എന്ന് പറയില്ല. എന്താ കാര്യം? എന്താ പറയാത്ത? എന്തുകൊണ്ടാ? ഹംസ എവിടെ ഒന്ന്? യഅകുലു എന്ന് പറയില്ല. കാരണം അയ്യവ ഖുതുബജദിൽപ്പെട്ട അക്ഷരം അല്ലാത്തത് കൊണ്ട്. ഖുതുബജദ് മനസ്സിലായി, 5 എണ്ണം. അതിൽ പെട്ടതല്ല ഏത്? ആഫ് സുക്കൂനാണ്. അപ്പൊ യഅകുലു എന്ന് പറയാതെ യഅകു അങ്ങനെ വേണം പറയാൻ. ഫമിൻഹു യഅകുലൂൻ. അവിടെ നീട്ടി നിർത്തണം. കാരണം അവിടുത്തെ നിയമം എന്താന്ന് വെച്ചാൽ മദ് ആദിദ് സുക്കൂൻ എന്നാണ് പറയുക. അതായത് അവിടെ ഒരു മദ്ദിൻ്റെ അക്ഷരം ഉണ്ട്. ഏതാണത്? വാവ്. മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം താൽക്കാലികമായ സുക്കൂൻ വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും യഅകുലൂന എന്നല്ലേ? നൂൻ എന്താണ്? ഫതഹാണ്, സുക്കൂൻ അല്ല. പക്ഷെ പിന്നെ അവിടെ സുക്കൂൻ എന്തുകൊണ്ടാണ്? നിർത്തുന്നതിനെ കൊണ്ടാണ്. അതാണ് ആരിദ്. താൽക്കാലികമാണ്. ചേർത്ത് ഓതിയാൽ ആ സുക്കൂൻ ഇല്ല. നിർത്തിയതിനെ കൊണ്ട് സുക്കൂൻ വന്നതാണ്. അവിടെ നീട്ടിയിട്ട് നിർത്തണം. യഅകുലൂൻ. അധിക ആയത്തുകളുടെയും അവസാനത്തിൽ ആ നിയമം ഉണ്ടാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് നീട്ടുന്നത്. മദ് ആരിദ്
സുക്കൂൻ. അതാണ് വഖഫിൻ്റെ പേര്. ഇതാണ് ഈ ആയത്തിൽ പ്രത്യേകമായും ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മഖ്റജുകളും നിയമങ്ങളും. ഇത് നമ്മളൊരു ആവശ്യം പറഞ്ഞു, നിങ്ങൾ കേട്ടു, നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു പോയി, ഒരു കാര്യമില്ല. ഇത് അതിനു വേണ്ടി ഇരുന്ന് ശ്രദ്ധിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യണം. 24 മണിക്കൂറിൽ നിസ്കാരത്തിൽ നമ്മൾ കൊടുക്കുന്ന എത്ര സമയം? ടോട്ടലി എല്ലാം കൂടി കൂട്ടിയാൽ 1 മണിക്കൂർ. 5 വക്തിന് കൂടി 1 മണിക്കൂറേ ഉള്ളൂ. ബാക്കി നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര മണിക്കൂർ പോകും? 8 മണിക്കൂർ. കൂട്ടി പോയാൽ 10 മണിക്കൂർ പോയി, 11 മണിക്കൂർ. ഇനി എത്രയുണ്ട്? 24 11 പോയിട്ടുള്ളൂ. ഇനി എത്രയുണ്ട്? കച്ചവടം നമുക്ക് ആ പീടി പോണം കേട്ടാ. പിന്നെ ഉറങ്ങാൻ എത്ര പോവും? എന്നാലും ബാക്കി എത്രയുണ്ട്? 10 മിനിറ്റ്. യബ്ന ആദം, അള്ളാഹു പറയാണ്, യബ്ന ആദം തഫറഗ് തഫറഗ്. 10 മിനിറ്റ് ഒഴിവാക്കിയെടുക്ക് എൻ്റെ കലാമിൽ അക്ഷരം പഠിക്കാൻ. സമയം കിട്ടുന്നില്ല. ഞാൻ ഹദീസ് പറഞ്ഞുതരാം. തുടക്കമല്ലേ, ഖുദ്സിയ ഹദീസാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇബ്ന ആദം, ആദമിൻ്റെ മോനെ, തഫറഗ് ലിഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം ഒഴിവാക്കിയെടുത്തോളൂ. 2 ഓഫറുകൾ തരാം. ഓഫർ തരുന്ന ആളാരാ? റബ്ബുൽ ആലമീൻ. അംലഉ സദ്റക ഗിന, നിൻ്റെ നെഞ്ച് ഞാൻ സമാധാനം കൊണ്ട് നിറച്ചുതരാം. എപ്പോൾ? എനിക്ക് സമയം തന്നാൽ. 2ാമത്തെ ഓഫർ, വ അസുദ്ദു ഫഖറക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ ഒഴിവാക്കി തരാം. പ്രവാസികളെ, നമുക്ക് എന്താ വേണ്ടത്? ഈ 2 അല്ലേ? മനസ്സിന് സമാധാനവും സമ്പത്തും. സമ്പത്തല്ല, ദാരിദ്ര്യം ഇല്ലാതിരിക്കണം. സമ്പത്ത് അള്ളാഹു വാരിക്കോരി തരട്ടെ. പറയാ ബീവി, ആമീൻ പറയും. അള്ളാഹു വാരിക്കോരി തരട്ടെ. വേണം, ദുനിയാവും വേണം, ആഖിറവും വേണം. ഇത് 2 ഞാൻ തരാം. എപ്പോൾ? തഫറഖ്, എനിക്ക് സമയം തന്നാൽ. ഹദീസിന്റെ ബാക്കി എന്താ അറിയോ? വ ഇല്ലാ തഫ്അൽ, ഇനി നീ അങ്ങനെ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് സമയം തരാൻ നിൻ്റെ അടുത്ത് സമയമില്ല, നീ വലിയ ആളായിപ്പോയി, വലിയ തിരക്കുള്ള മനുഷ്യനായിപ്പോയി. ലം അസുദ്ദ ഫഖ്റക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. റബ്ബിൻ്റെ കെട്ടുകെട്ടുത്ത താക്കീതാണ്. ലം അസുദ്ദ ഫഖ്റക്, നിൻ്റെ ദാരിദ്ര്യം ഞാൻ മാറ്റൂല. കാരണം എന്താ? എനിക്ക് തരേണ്ട സമയം കൂടി നീ അപഹരിച്ചിട്ട് എങ്ങോട്ടാ കൊടുക്കുന്നത്? ദുനിയാവിനല്ലേ? ഇല്ല, ഞാൻ മാറ്റൂല. നീ കൊടുക്കും, കഠിനാധ്വാനം ചെയ്യും, വിയർത്തൊലിക്കും, പക്ഷെ അതേ അവസ്ഥയിൽ തന്നെ ഉണ്ടാവും. വഅംലഉ യദൈക ശുഗ്ല, ഇതർത്ഥം, എൻ്റെ 2 കൈകളും ഞാൻ ജോലികളെ കൊണ്ട് നിറച്ച് കളയും. പിന്നൊന്ന് ഖുർആൻ എടുത്തൊരു അക്ഷരം പഠിക്കാൻ സമയം കിട്ടൂല. പിന്നൊന്ന് പഠിക്കാൻ ഭയങ്കര ആശയുണ്ടാവും, റബ്ബ് സമയം തരൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് നിൽക്കണ്ട, ശ്രമിച്ചോളി. 10 മിനിറ്റ് അതിന് കൊടുത്തോളിൻ, പഠിച്ചോളിൻ. അള്ളാഹുവിൻ്റെ കലാമാണ്. ഖിയാമത്ത് നാൾ അള്ളാഹു പറയും, ഇഖ്റ വർതഖി വറത്തിൽ, ഓതുവായി ഖുർആൻ ഓതിട്ട് കയറിക്കോ. അള്ളാഹു നസീബാക്കി തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന് ഓതിയാലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. ഹബ്ബൻ ഫ പറഞ്ഞൂടാ അല്ലേ? ഇഖ്ഫാ തെറ്റ് വരും. നൂനെ മറക്കണം. അതായത് ഇഖ്ഫാ എന്ന വാക്കിന് അർത്ഥം തന്നെ എന്താ? മറക്കൽ എന്നാണ്. ഹബ്ബ, മണിക്കാനുള്ള സ്ഥലം എവിടെയാണ് നമ്മളെ ശരീരത്തിൽ? ഹൈഷവും തരിമൂക്ക് ആണെന്ന് വേണം വരാം. ഹബ്ബൻ ഫ എന്ന് പറയുമ്പോൾ നൂൻ മറച്ചില്ല, നൂന് കേൾക്കുന്നുണ്ട്. ഹബ്ബൻ ഫ, ശ്രദ്ധിക്കണം. ഹബ്ബൻ ഫ.
അത് ഇഖ്ഫാ ആണ്, അത് ശ്രദ്ധിച്ചോളണം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ശരി, ഇനി എന്താണ് ഈ ആയത്തിൻ്റെ തഫ്സീർ? തൊട്ടു മുമ്പുള്ള ആയത്തുമായിട്ട് കണക്റ്റഡ് ആണ്. ഏതാ തൊട്ടു മുമ്പുള്ള ആയത്ത്? വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. എന്താ അർത്ഥം? പറഞ്ഞോളൂ. പറഞ്ഞേ പറ്റൂ, പഠിച്ചു കഴിഞ്ഞ ആയത്താണ്. ഹാജരാക്കപ്പെടുന്നവരാകുന്നു. എവിടെ? മഹ്ശറിൽ. മഹ്ശറിൽ. ആ മഹ്ശർ ഇല്ല എന്നാണ് മക്കത്ത് പല ആൾക്കാരും പറയുന്നത്. എന്നാൽ ഉണ്ട്, ഇതാ പിടിച്ചോ തെളിവ് എന്നിട്ടാണ് അടുത്ത ആയത്ത് പറയുന്നത്. നമ്മൾ മനസ്സിലായോ? അവരെല്ലാവരും നമ്മുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാകുന്നു, ഹാജരാകുന്നവരാകുന്നു മഹ്ശറിൽ. ആ മഹ്ശർ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ മരണത്തിന് ശേഷം, നശിച്ചതിന് ശേഷം ഒന്നുകൂടി ഒരുമിച്ച് കൂട്ടാൻ എനിക്ക് കഴിയും. അതിൽ ഖദീറാണ് ഞാൻ. തെളിവ് വേണോ? തെളിവ് നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി തന്നെയാണ്. വആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. എവർക്ക്? മഹ്ശറില്ല എന്ന് പറയുന്നവർക്ക്. അങ്ങനെ ഒരുമിച്ച് കൂട്ടാനൊന്നുമില്ല, ജീവിതം എത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവാണ്. അല്ലല്ല, അതിന് ശേഷമാണ് ജീവിതം തുടങ്ങുക. അപ്പോൾ ചോദിക്കൂ, അതെങ്ങനെ ഇപ്പോൾ നശിച്ച് മണ്ണിനോട് ചേർന്ന് നുരുമ്പി ഇല്ലാണ്ടായതിനു ശേഷം പിന്നെ എങ്ങനെയാ ഒന്നുകൂടി ഉണ്ടാക്കുക? എങ്ങനെയാണോ? ഞാൻ പറഞ്ഞുതരാം. വആയത്തുൽ ലഹും, അങ്ങനെ പറയുന്നവർക്കുള്ള ദൃഷ്ടാന്തമാണ് അൽ അർദുൽ മൈത, നിർജീവമായ ഭൂമി. നമ്മൾ കേരളക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഫുള്ള് പച്ചപ്പിൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. വേനൽ വന്നാലും നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? പച്ചപ്പുണ്ട് ശരിക്കും. എന്നാൽ കേരളം വിട്ടുപോയിട്ടുണ്ടോ? ഇപ്പം ശരിക്കും പോകാണ്ടിരിക്കുന്നത് നല്ലത്. ഒറ്റക്കൊന്നും പോകണ്ട, വലിയ ഫിത്തനയാണ്. കേരളം നല്ല നാടാണ്. അള്ളാഹു നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ. പൂർണ്ണ സുരക്ഷിതത്വവും അമ്നും നൽകി അള്ളാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു പേരിന് ഒരു പച്ചപ്പ് കിട്ടൂല, ഒരു തണൽ കിട്ടൂല. വിണ്ട് കീറിയ ഭൂമി അവരുടെ കൃഷിയിടങ്ങളിൽ കാണാൻ നമുക്ക് പറ്റും. ഒന്നുമില്ല. അതേ സമയത്ത് വേനൽ കഴിഞ്ഞ് ഒരു മഴ കഴിഞ്ഞ് പിറ്റെന്ന് നോക്കുമ്പോഴേക്കുണ്ടാവും ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഇതെവിടെയാണ് പോയി തിരിയില്ല. അതാ പറഞ്ഞു ഇതൊന്നുമില്ലാത്ത ആ വരണ്ട ഭൂമിക്കുള്ളിൽ നിന്ന് ഈ പച്ചപ്പിനെ കൊണ്ടുവന്നവൻ ആരാണ്? അത് സ്വമേധയാ ഉണ്ടാവാത്തതാണെങ്കിൽ, അതല്ലെങ്കിൽ ഒന്നുമല്ലാത്തടത്തു നിന്നും ആ ജീവനുള്ള നിങ്ങൾക്ക് കൺകുളിർമയാവുന്ന പച്ചപ്പിനെ കൊണ്ടുവരാൻ എനിക്ക് പറ്റുമെങ്കിൽ ഭൂമിക്കുള്ളിൽ നശിച്ചു പോയ നിങ്ങളെയും അതേപോലെ ഞാൻ ഈസി ആയിട്ട് കൊണ്ടുവരും. ഇതാണ് അള്ളാഹുവിൻ്റെ വാക്ക്. ഇത് കുറച്ചും കൂടി വിശദമായി സൂറ യാസീൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്. അതാണ് പറഞ്ഞു വആയത്തുൽ ലഹും ഐ അലാമത്തുൻ വാദിഹത്തുൻ വദലീലുൻ, വളരെ വ്യക്തമായ സൂര്യവെളിച്ചം പോലെ സുവ്യക്തമായ തെളിവാണ് അലാ ഖുദ്റത്തില്ലാഹി വവഹ്ദാനിയതിഹി, അള്ളാഹുവിനത് പറ്റുമെന്നവൻ്റെ കഴിവിലും അവൻ ഏകനാണ് എന്ന വിഷയത്തിനുമുള്ള വ്യക്തമായ തെളിവാണ് അൽ അർദുൽ മൈത, ഈ നിർജീവമായ ഭൂമിയും പിന്നീട് അതിൽ നിന്ന് അള്ളാഹു ഈ പറഞ്ഞ മുളപ്പിക്കുന്നതും അതിനെ ജീവൻ എന്താ പറയാ ജീവനുറ്റതാക്കുന്നതും ഇത് അള്ളാഹു നിഷേധിക്കുന്നവർക്ക് കൊടുക്കുന്ന തെളിവാണ്. അഹ്യൈനാഹ, അതെങ്ങനെയാ അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുക? അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. മനസ്സിലാക്കണേ, അള്ളാഹു മുസബ്ബിബുൽ അസ്ബാബാണ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. നിങ്ങൾ യൂസുഫ് നബിൻ്റെ താരീഖ് വായിച്ചില്ലേ? സുബ്ഹാന റബ്ബിയൽ അഅല. അതായത് ഇങ്ങനെ സീൻ ഓരോന്നിങ്ങനെ മാറി ഒന്നിനോട് ഇങ്ങനെ അള്ളാഹു കണക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു കാര്യം ഉണ്ടാക്കാൻ വേറൊരു കാര്യം കൊണ്ടുവരും, പിന്നെ ഇതുണ്ടാക്കാൻ വേറൊന്ന് കൊണ്ടുവരും. മുസബ്ബിബുൽ അസ്ബാബ്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ കാര്യത്തിൽ ഒരു നിരാശയും പാടില്ല. ലാ തൈഅസ്. അള്ളാഹിൻ്റെ വിഷയത്തിൽ നിരാശ എന്ന് പറയുന്ന പരിപാടിയില്ല. നമുക്ക് തോന്നും ചിലപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടുമോ? നിനക്ക് കിട്ടാണ്ട് നീ ആരോടാ പറയും? നിന്റെ റബ്ബിനോടാണ്. നിന്റെ റബ്ബ് ഇത് തരാൻ വേറൊന്ന് വേണമെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് നിനക്ക് ഇത് തരും.
അത്ര വലിയ സബബുകളെ കൊണ്ട് കളി. ഇതൊന്നും ഇല്ലാണ്ടും അള്ളാഹ്ക്ക് തരാൻ പറ്റും. ആർക്ക് കൊടുത്ത പോലെ? മറിയമിന് കൊടുത്ത പോലെ. പിന്നെ മറിയം എൻ്റെ ഇളയപ്പല്ല, അത് ഉമ്മാൻ്റെ അനുജത്തിൻ്റെ ഭർത്താവ് സക്കരിയ കൊടുത്ത പോലെ. ഞാൻ മറിയം എന്നാലക്കി ഹാദാ, എഴുതി കിട്ടി മറിയമേ, ഹുവ മിൻ ഇൻദില്ലാഹ്. ഒരു സബബും ഇല്ല, അതും അള്ളാഹ്ക്ക് പറ്റും. സക്കരിയ ദുആ ചെയ്യുന്നു അള്ളാഹിനോട്, അള്ളാഹുവെ കുഞ്ഞിനെ വേണം. വേണമെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ വേണം. സക്കരിയ വയസ്സെത്രയാ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. നിന്റെ ഓക്ക് പ്രസവിക്കാൻ കഴിയില്ല, മച്ചിയല്ലേ, അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് കുഞ്ഞിനെ വേണം. ഇതാ ദുആ, ഇതാണ് ദുആ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ തന്നെ കിട്ടുമോ? വെറുതെ ചോദിച്ചായിപ്പോവോ? ഓന് കിട്ടൂല, ഓനൊന്നും കൊടുക്കൂല. പറഞ്ഞതല്ലേ, മൂഖിനും ബിൽ ഇജാബ, എനിക്ക് എൻ്റെ റബ്ബ് തരുമെന്ന ഉറപ്പിന് വേണം റബ്ബിനോട് ചോദിക്കാൻ. എന്തും ഹറാമല്ലാത്ത എന്തും ചോദിച്ചോളീൻ, ഖൈറാണെങ്കിൽ അള്ളാഹു തന്നിരിക്കും. നമ്മളടുത്തൊന്നുമില്ല, ചോദിക്കുമായി BM വേണം അള്ളാഹുവേ. ഞാൻ അടുത്തിരിക്കുന്ന ചോദിക്കും, ആദ്യം നീ ഒരു മാരുതി 800 എടുക്കുമായി, ഒരാൾട്ട് ഓടിക്ക്, കുറച്ച് കച്ചവടം ശരിക്കും ചെയ്, എന്നിട്ടൊക്കെ മതി BM. മോനെ നിന്നോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, റബ്ബുൽ ആലമീനോടല്ലേ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ റബ്ബിങ്ങനെ തിരിച്ചാൽ നാളെ ഞാൻ BM-ലല്ല, പിന്നെ ഇതിലാ റോൾസ് റോയ്സിൽ വന്നിട്ട് ഇറങ്ങൂടെ, അതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു അതിൻ്റെ ഖുദ്റത്തുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹു ഭൂമിയെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അൻസലല്ലാഹു അലൈഹൽ മതർ, മഴ വർഷിപ്പിക്കും, അത് മണ്ണ് കുടിക്കും. അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക പ്രവർത്തനം? സുബ്ഹാനല്ലാഹ്, എന്ത് പ്രവൃത്തിയായിരിക്കും നടക്കുന്നുണ്ടാവുക? ആർക്കും പറയാനില്ല. കറുത്തിരുണ്ട മലകൾ, സൂര്യൻ്റെ വെയിലേച്ച് ഇങ്ങനെ വെട്ടിത്തളച്ച് നിൽക്കുകയാണ്, തൊടാൻ കഴിയില്ല. 2 മഴ പെയ്ത് നോക്കുമ്പോൾ കണ്ട് കറുത്ത മലൻ്റെ ഇടയിൽ ഇങ്ങനെ പുല്ല് വരുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ കൊണ്ടുവന്ന അള്ളാഹ് നിന്നെ കൊണ്ടുവരുമ്പോൾ ഇതായി പറയുന്നു, വആയത്തുൽ ലഹുമുൽ അർദുൽ മൈത അഹ്യൈനാഹാ ഫഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, അഥവാ ധാന്യങ്ങളും മറ്റും എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നിന്ന് മുളപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്നു. ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്നും തന്നെയാണിവർ, അഥവാ മനുഷ്യന്മാർക്ക് ഭക്ഷിക്കാനുള്ള തരത്തിലുള്ള കാര്യങ്ങളെ ആ നിർജീവമായ ഭൂമിക്കുള്ളിൽ നിന്നും അള്ളാഹു കൊണ്ടുവന്നുവെങ്കിൽ ആ റബ്ബിനെ നിങ്ങളെ മണ്ണിലേക്ക് കിടത്തിയതിന് ശേഷം ഒന്നുകൂടി കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നുമല്ല. അതുകൊണ്ട് വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും, അതിൽ സംശയമൊന്നും വേണ്ട. അതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ഫവായിദിലൊന്ന് വുജൂദുൽ ഖാലിഖ് വ കമാലി ഖുദ്റതി, ഈ പ്രപഞ്ചത്തിന് ആരുണ്ട്? ഖാലിഖുണ്ട്. അവൻ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതേപോലെ അവനാണെങ്കിലോ പൂർണ്ണമായ കഴിവുള്ളവനും ഖുദ്റത്തുള്ളവനും ആണ്. രണ്ടാമത്തേത്, ഖിയാമത്ത് നാളിൽ ജീവനോടെ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ജീവിച്ച ഏതൊരു വസ്തുവും കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. ജീവനോടുകൂടി ദുനിയാവിൽ ഒരു നിമിഷമെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അള്ളാഹു, ഏറ്റവും ചുരുങ്ങിയ ജീവിതം ആർക്കുള്ളതാ ദുനിയാവിൽ? ഏതാ ജീവി? മഴപ്പാറ്റ അല്ലേ? വന്നു പാറി തീർന്നു, പിന്നെ രാവിലെ അടിച്ചു കൂട്ടിയിട്ട് പെണ്ണുങ്ങൾ കൊണ്ടുപോയി പുറത്ത് തട്ടി കലിസ്. എന്തായിരിക്കും അള്ളാൻ്റെ ഹിക്മത്ത്? എന്തിനായിരിക്കും ആ സാധനം? വെറുതെ അല്ല, എന്തോ സംതിങ് അതിൻ്റെ ബാക്കിലുണ്ട്. കുറേ ജീവികൾക്ക് പിറ്റേന്ന് രാവിലെ കോഴികളൊക്കെ തിന്നുന്ന തീറ്റ കാണണം, ഇറക്കി വിട്ടുകൊടുത്താൽ മതി, ഫുൾ ക്ലീൻ. സുബ്ഹാനല്ലാഹ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അതിനു വേണ്ടിയായിരിക്കും, വേറെ എന്തെങ്കിലും കൊണ്ടുള്ള ഗുണം. അങ്ങനെ എന്തൊക്കെ ജീവനാൽ. മറ്റേ ചാനലില്ലേ, ഏത് ചാനൽ? ഡിസ്കവറി. അത് ഇടയ്ക്ക് കണ്ടോളി. പക്ഷെ അത് കണ്ടിട്ട് അവസാനം ബോറടിക്കുമ്പോൾ വെറുതെ മാറ്റിക്കൊടുക്കരുത്, ശ്രദ്ധിച്ചോളൂ. അതിൽ കാണാൻ ചില ജീവജാലങ്ങൾ. ഇംഗ്ലീഷുകാർ അതൊക്കെ കുറേയൊക്കെ ഇംഗ്ലീഷുകാർ അള്ളാഹു നമുക്ക് വേണ്ടി തന്നെ തന്നതാണ്. കുറച്ച് വിദ്യയെല്ലാം കൊടുത്ത്, സാങ്കേതിക വിദ്യയെല്ലാം കൊടുത്ത് മുഅ്മിനീങ്ങൾക്ക് എന്ത് പറയാൻ? സുബ്ഹാനല്ലാഹ്. അവർ കാണിച്ചുകൊണ്ടല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ സുബ്ഹാനല്ലാഹ് അവരൊരു സബബാണ് നമുക്ക് സുബ്ഹാനല്ലാഹ് പറയാൻ. എന്തിനായിരിക്കും അള്ളാഹു പഠിച്ചിട്ടുണ്ടാവുക? വരുന്നുണ്ട് ഇതിന് ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. പഴന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? അനാബ്, അതേപോലെ തന്നെ നഖ്ല്, ഇതെല്ലാം പറഞ്ഞു വ്യത്യസ്തങ്ങളായ പഴങ്ങൾ. ഇതെല്ലാം എന്തിനാ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് തന്നെ ജീവനോടെ ഭൂമിക്ക് പുറന്തൊലിക്ക് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ, നശിച്ചതിന് ശേഷം
തീർച്ചയായും കൊണ്ടുവരും. അതിന് ഞാൻ കഴിവുള്ളവനാണ്. ആ കഴിവിൻ്റെ ഒന്നാമത്തെ തെളിവാണ് സൂറത്ത് യാസീനിലെ 33-ാമത്തെ ആയത്ത്. എന്ത്? നിർജീവമായ ഭൂമിയിൽ നിന്ന് സെക്കൻഡുകൾ കൊണ്ടവൻ ജീവനുള്ള വസ്തുക്കളെ പുറത്തു കൊണ്ടുവന്നവനാണ്. അതുപോലെ നിങ്ങളും ലദൈന മുഹ്ദറൂൻ. പോരെ? ബാക്കി അടുത്ത ചുരുത്ത പോലെ നല്ല ഉഷാറിലും മതി എന്ന് പറഞ്ഞതിനെ കൊണ്ട്, അബ്ദുള്ളക്ക പറഞ്ഞതിനെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നസീബാക്കി തരും. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അടുത്ത ആഴ്ച വന്ന ആരെങ്കിലും ഓതണം കേട്ടോ.